ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ കൊച്ചടുക്കളയിൽ തന്നെയാണ് വീണ്ടും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഒരു ടൈപ്പ് ഓഫ് ഈ ഒരു ടൈപ്പിൻ്റെ വേറൊരു വേർഷൻ ചെയ്തിട്ടുണ്ട്. ഇത് എഗ് ചില്ലിയാണ്, അല്ലെങ്കിൽ ചില്ലി എഗ് എന്ന് പറയാം. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചും ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കവും സ്പ്രിംഗ് ഓണിയനും ഒക്കെ മേടിച്ച് വെച്ചിട്ടും ചെയ്യാം. അതെപ്പോഴും വീട്ടിലുണ്ടാവണമെന്നില്ലല്ലോ. പക്ഷേ അത് നേരത്തെ പ്ലാൻ ചെയ്താൽ അത് നമുക്ക് ഒരാഴ്ചത്തെ ഗ്രോസറി എന്തെങ്കിലുമൊക്കെ നമ്മൾ വാങ്ങണ കൂട്ടത്തിൽ വെജിറ്റബിൾസിനോട് ഇതും കൂടെ വാങ്ങി വെച്ചാൽ അതും കൂടി ആഡ് ഓൺ ചെയ്യാം, ഇല്ലെങ്കിൽ ഇല്ലാതെയും ചെയ്യാം. അപ്പോൾ ചില്ലി എഗ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ ചെയ്യാം. ചപ്പാത്തിക്കൊരു നല്ല സൈഡ് ഡിഷാണ്. പിന്നെ സിമ്പിളായിട്ടുള്ള ഫ്രൈഡ് റൈസിനൊക്കെ നല്ലൊരു കോംബോ ആണ്. ഇങ്ങനെയൊക്കെയുള്ള കോമ്പിനേഷനിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, പിന്നെ പൊറോട്ട അതൊക്കെ നല്ലതാണ്. പക്ഷെ നമ്മൾ വീട്ടിലെപ്പോഴും ഉണ്ടാക്കുന്ന കാര്യം ചപ്പാത്തി ആൻഡ് ഫ്രൈഡ് റൈസ് പോലുള്ള കാര്യങ്ങൾ, അതിന് നല്ല കോമ്പിനേഷൻ. അപ്പോൾ പിന്നെ ഇത് കുട്ടികൾക്ക് ടിഫിനിലും കൊടുത്തയക്കാം. അവർക്ക് ഇഷ്ടം ചൈനീസ്. നമ്മൾ ടിപ്പിക്കൽ ചൈനീസ് ഒരിക്കലും നമ്മൾ ചെയ്താൽ ആർക്കും ഇഷ്ടമാവില്ല. അപ്പോൾ ചൈനീസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡോ ചൈനീസാണ് ഇതും. ഒരു 6 മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. സെറ്റ് പുഴുങ്ങിയ മുട്ടയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബാക്കി കുറച്ച് കാര്യങ്ങൾ അരിഞ്ഞും വെച്ചിട്ടുണ്ട്. സവാള എല്ലാം ഹാഫ് സ്ലൈസസ്, പിന്നെ കുറേ സ്പ്രിംഗ് ഓണിയൻ, പിന്നെ ഒരു ക്യാപ്സിക്കം, പിന്നെന്താ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി മുതലായ കാര്യങ്ങൾ. പച്ചമുളക് ഇങ്ങനെ സ്ലൈസ് ഇങ്ങനെ ചരിച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ച് നീളത്തിനുള്ള പീസസ് ആയിട്ട് രണ്ടും. ഇതെല്ലാം അരിയുന്നതിനുള്ള സമയമേ എടുക്കുള്ളൂ. അത് എത്ര സമയം നമുക്ക് എത്ര ഫാസ്റ്റായിട്ട് വേണമെങ്കിലും ചെയ്യാം. അത് നേരത്തെ വേണമെങ്കിൽ അരിഞ്ഞ് വയ്ക്കാം. അപ്പോൾ നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അടുപ്പ് കത്തിക്കുന്നു, ഫാസ്റ്റ് കുക്കിംഗ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അടുപ്പ് കത്തിച്ചു. ഇനി ഒരല്പം എണ്ണ, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ 1-1.5 ടേബിൾ സ്പൂൺ ധാരാളം മതിയാകും. ചൂടായി തുടങ്ങി. ഇനി വെളുത്തുള്ളി ഇത് 1 ടേബിൾ സ്പൂൺ എന്ന് പറയാം. ഓക്കെ, പിന്നെ ഇഞ്ചി അഗെയിൻ 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2 മീഡിയം സൈസ്. അതൊക്കെ ഒന്ന് വാടിയാൽ മതി, ഒരുപാട് ബ്രൗണൊന്നും ആകണ്ട. അതാണ് ഇന്ത്യൻ മസാലാസ് ഉണ്ടാക്കുമ്പോൾ ബ്രൗൺ ആകണം. ഇതിന് അതിൻ്റെ ആവശ്യമില്ല. ചെറുതായിട്ട് കടിക്കുന്നത് നല്ലതാണ്. വാടി കിട്ടിയാൽ മതി. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞു. ഇനി സവാള, ഇതൊരു 3 സവാളയുണ്ട്, ഒരു മീഡിയം സൈസ്. ഇതെല്ലാം ഹാഫ് സ്ലൈസസ് ആണ്. ഒരുപാട് തിന്നാക്കണ്ട, ചെറിയ കട്ടിയായിട്ട് തന്നെ കട്ട് ചെയ്യാം. എന്നാലേ അതിങ്ങനെ വോളിയം കാണുള്ളൂ, നമുക്കിങ്ങനെ കഴിക്കാനായിട്ട് കാണാൻ പറ്റണം. ഇതും ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ബ്രൗണൊന്നും ആകണ്ട. അതാ പറഞ്ഞ ഫാസ്റ്റ് കുക്കിങ്ങാണ് ഇത്. ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനത്തെ ഡിഷസ് എല്ലാം ഫാസ്റ്റായിട്ട് ചെയ്യാം. ഇൻഡോ ചൈനീസ് ആണെങ്കിലും പ്യുവർ ചൈനീസ് ആണെങ്കിലും കുക്കിംഗ് പാർട്ട് ഇസ് വെരി ഈസി. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതായത് വഴണ്ട് ബ്രൗൺ ആയി അങ്ങനെയൊന്നും വേണ്ടല്ലോ. എല്ലാം ഒന്ന് വാടിയാൽ മതി, ടെൻഡറായാൽ മതി, പെട്ടെന്നാകും. അപ്പോൾ ഉള്ളി ഒന്ന് ചെറുതായിട്ട് ടെൻഡറായി വരുമ്പോൾ നമ്മൾ ക്യാപ്സിക്കം ചേർക്കും. ഉള്ളി ചെറുതായിട്ടൊക്കെ വാടി തുടങ്ങി ടെൻഡറായി വരുന്നു. ഇനി എന്താണ് ക്യാപ്സിക്കം ഉള്ളിയൊക്കെ ഏതാണ്ട് സിമിലറായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്, ഒരുപോലെയൊക്കെ ഹാഫ് സ്ലൈസസ്. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു വുഡൻ കട്ടിംഗ് ബോർഡല്ലേ. ചിലരൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞു, ചേച്ചി നന്നായിട്ട് കഴുകി വെക്കണം, അതിലെല്ലാം പായൽ പിടിച്ചു. ഇത് പായൽ പിടിച്ചതല്ല, ഇത് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫുഡാണ്. ഓക്കെ, ഇതൊരു മാറ്റ് എന്താ പറയുക, ഒരു ആൻറ്റിക്ക് പോലത്തെ ഒരു ഫുഡ് ഇങ്ങനെ കിട്ടും വാങ്ങാൻ, അതുകൊണ്ടാണ്, അല്ലാണ്ടല്ല. പക്ഷേ ഞാൻ ഒരു സ്റ്റീലിൻ്റെ ഒരു കട്ടിംഗ് ബോർഡ് ഞാൻ ആലോചിക്കുന്നുണ്ട്. അതൊരു സജഷൻ വന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും വാങ്ങിക്കാം. അപ്പോൾ ഇനി ഒരു ഷോപ്പിങ്ങിന് പോകുമ്പോൾ മേടിക്കും. അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഇതായിരുന്നു ക്യാപ്സിക്കത്തിൻ്റെ കളറും ചെറുതായിട്ടൊന്ന് കളർ മാറുന്നില്ല, ഒന്ന് ടെൻഡറായി തുടങ്ങി. ഇനി ഒരു കാര്യം ചെയ്യാം, തീ അല്പം കുറയ്ക്കുന്നു. എന്നിട്ട് കുറച്ച് സോസസ് ഇടാം. പ്രധാനമായിട്ടിൽ ഡാർക്ക് സോയയാണ് ഞാൻ ചേർക്കുന്നത്. ഡാർക്ക് സോയ ഒരു 2 ടേബിൾ സ്പൂൺ. കുറച്ച് മുളക് പൊടി ചേർക്കണം, ഒരല്പം എരിവിനനുസരിച്ചിട്ട്. 2 പച്ചമുളക് ഉണ്ട് ഇതിൽ. ഇനി തീ കൂട്ടി കൊടുക്കുന്നു. 1/2 to 1 ടീസ്പൂൺ വരെ ആകാം. ഒരു ടീസ്പൂൺ ഇടാം. ഓക്കെ, ഇനിയിപ്പോൾ 1/2 ടീസ്പൂൺ ഇട്ടു, വീണ്ടും 1/2 ടീസ്പൂൺ. അല്ലെങ്കിൽ ചില്ലി പേസ്റ്റ് ആയാലും മതി. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ചില്ലി പൗഡർ. ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ഓർ ടൊമാറ്റോ കെച്ചപ്പ് എന്തായാലും കുഴപ്പമില്ല.
അതും ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തു. ഇനി ഒരല്പം ചില്ലി സോസ്, റെഡ് കളറിലെ ചില്ലി സോസ് ആണെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു കളറിലെ ചില്ലി സോസ് ആണെങ്കിലും കുഴപ്പമില്ല. 1 ടേബിൾ സ്പൂൺ ചേർത്തു. ഇതെല്ലാം പൗചങ് എന്ന് പറയുന്ന ബ്രാൻഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, ബെസ്റ്റാണ്. ട്രിവാൻഡ്രത്ത് മസാലക്കട എന്ന് പറഞ്ഞൊരു കടയിൽ കിട്ടും. കട്ടക്കുളങ്ങരയുള്ള ഒരു കടയാണത്. ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. അരക്കപ്പ് വെള്ളം ഒഴിച്ചു. ഒന്ന് തിളച്ചോട്ടെ. എഗ്ഗിനെ ഒന്ന് മുറിച്ചിട്ട്, അതായത് ഇതെന്തായാലും മഞ്ഞ പൊട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അത് കാര്യമാക്കണ്ട, നമുക്കിങ്ങനെ തന്നെ ചെയ്യാം. ഒരു 1/4 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് ഹീപ്ഡ് കോൺഫ്ലവർ. മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. എന്തായാലും സോയ സോസിൽ ഉപ്പുണ്ട് കേട്ടോ, എന്നാലും ഇതിനാവശ്യം വരും വെച്ചാൽ. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചല്ലോ. കോൺഫ്ലവർ കലക്കിയത്, അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളത്തിലാണ് 1 ടീസ്പൂൺ നിറച്ച് ഹീപ്റ്റായിട്ട് എടുത്തു, കുമിച്ചെടുത്തിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ഗ്ലേസിങ് ആയി. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, അത് എരിവിനനുസരിച്ച് 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ആകും. ഇനി ഇതിലേക്ക് നമ്മുടെ എഗ്ഗ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ പീസസും കൂടി ചേർക്കും. എന്തായാലും കുറച്ചൊക്കെ ഉടയും, അത് കാര്യമാക്കണ്ട. നല്ലൊരു മിക്സിങ്, ഇതിങ്ങനെ കവർ ചെയ്തിരിക്കുന്ന പോലെ കിട്ടും. ഇനി കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ചേർക്കാം. അപ്പോൾ നല്ല കളർഫുൾ ആയിക്കോളും. കണ്ടല്ലോ, ഈസി 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 ചില്ലി, എഗ് ചില്ലി. നല്ലൊരു തീ കൂട്ടിയിട്ടിട്ടൊന്ന് തിളപ്പിക്കാം. അപ്പോൾ നല്ല ആവി ഇങ്ങനെ നന്നായിട്ട് കയറി സെറ്റാകട്ടെ. ഇനി ഇച്ചിരി പഞ്ചസാരയും കൂടി ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ ഷുഗർ. ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. എരിവ്, മറ്റേ സോസിൻ്റെ എല്ലാം ടേസ്റ്റും. നമ്മുടെ എഗ് ചില്ലി ഓർ ദ ചില്ലി എഗ് ഇസ് റെഡി. കാണുന്നത് തന്നെ നല്ല കളർഫുള്ളാണ്. ഗ്രീൻസ് കുറച്ചുകൂടെ എൻ്റെ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ സ്പ്രിംഗ് ഓണിയൻ, അതുകൊണ്ട് ഇടുന്നേ ഉള്ളൂ. നിങ്ങൾ എത്രയാണ് ഇടാൻ ഇഷ്ടം അത്ര ഇട്ടുള്ളൂ. യെസ്, നല്ല ചൂടായി. കറക്റ്റ് ഒരു ചെറിയ കോൺഫ്ലവറും കൂടി ചേർത്തുകൊണ്ടൊരു ഗ്ലേസിങ്ങോടുകൂടി ഇങ്ങനെ വരും. അപ്പോൾ മുളക് പൊടിയുടെ അളവും കുരുമുളക് പൊടിയൊക്കെ ഇഷ്ടത്തിന് ചേർത്തോളൂ. ഓക്കെ, റെഡി, സംഭവം റെഡി. ഞാൻ പാത്രത്തിലേക്ക് സെർവിങ് പാത്രത്തിലാക്കിയിട്ട് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ടെക്സ്ചർ. ഇങ്ങനെ ഇതിലിപ്പോൾ യെല്ലോ പൊടിഞ്ഞൊന്നും പോയിട്ടില്ല, അതിനകത്ത് തന്നെ ഉണ്ട്, പീസസ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. വൈറ്റും സെപ്പറേറ്റ് ആയി കിടക്കുന്നതേ ഉള്ളൂ. യെസ്, ആവശ്യത്തിന് അതിൻ്റെ ഗ്രേവിയൊക്കെ ഉണ്ട്. പൊതിഞ്ഞിരിക്കുന്നതിനെക്കാട്ടിലും കൂടെ ഇപ്പം കഴിക്കാനുള്ള ഉള്ളിയും എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ക്യാപ്സിക്കം, എവറിത്തിങ് ഇസ് ഹിയർ. വാവ്, നൈസ്. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയില്ലേ, കഴിക്കാനായിട്ട് തോന്നുന്നൊരു ടെക്സ്ചർ. ഇത് കുറച്ച് ഫോർമലായിട്ട് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഫോർമൽ ഡെക്കറേഷൻസ് ഇത്രയൊന്നും നമ്മൾ സാധാരണ കഴിക്കുമ്പോൾ ചെയ്യാറില്ലല്ലോ. വീട്ടിലൊക്കെ ആകുമ്പോൾ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഈസി അല്ലേ, അടിപൊളി. നോക്കൂ, ഇഷ്ടമായോ? അപ്പോൾ ഇത് സിമ്പിൾ ഒരു റെസിപ്പിയാണ്. ചപ്പാത്തി ആണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. അതുപോലെ ഫ്രൈഡ് റൈസ് ക്ലീനായിട്ട് കഴിക്കാം. ഈവൻ വൈറ്റ് റൈസും ഓക്കെയാണ് കേട്ടോ കഴിക്കാം. എനിക്ക് ഫുട്ബോൾ വന്നിട്ടൊക്കെ പോയി. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കില്ല, എന്നാൽ ഒരു പേഷ്യൻസ് ഇല്ല, കളിയാണ് ഇപ്പോൾ കൂടുതൽ, അത് കാരണം അങ്ങനെ വരാറില്ല. ഓക്കെ, കണ്ടോളൂ. അപ്പോൾ ഉണ്ടാക്കി നോക്കണം, മറക്കരുത്. ഈസിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഡിന്നറിന് ഇത് തന്നെയാണ് ഇന്ന് ചപ്പാത്തിയുടെ കറി.
അപ്പോൾ ചപ്പാത്തിക്കൊരു കറിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫ്രൈഡ് റൈസിൻ്റെ ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ചിലപ്പോൾ നമ്മൾ 15 മിനിറ്റ് കൊണ്ട് ഒരു ഐറ്റം എന്നൊക്കെ പറഞ്ഞിങ്ങനെ തംബ്നെയിൽ കൊടുക്കുമല്ലോ, 15 മിനിറ്റ്സ് കൊണ്ട് ചില്ലി എഗ് എന്നോ എഗ് ചില്ലി എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിലർ വളരെ അപൂർവമാണ് അങ്ങനത്തെ ഒരു കമൻറ്റൊക്കെ കേൾക്കുന്നത്. എന്നാലും ആരെങ്കിലും വന്നങ്ങനെ പറയും, അതായത് 15 മിനിറ്റ് എന്നാണല്ലോ തംബ്നെയിൽ. ഓഹോ, പക്ഷേ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും 20 മിനിറ്റ് ആയല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ എനിക്കതിന് പറയാനുള്ളത്, നമ്മൾ കുക്കിംഗ് ടൈം 15 മിനിറ്റ്സ് ആയിരിക്കും, പക്ഷേ നമ്മളൊരു ഷൂട്ട് ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെയല്ലേ പറയുന്നത്, ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 15 മിനിറ്റിൻ്റെ സാധനം 15 മിനിറ്റിൽ തീരുമോ? ഇല്ലല്ലോ, ചിലപ്പോൾ അത് 20 മിനിറ്റോ 22 മിനിറ്റോ. അത് അങ്ങനെ കമൻറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മറുപടി പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ സാധാരണയായിട്ട് നെഗറ്റീവ് കമൻറ്റ്സ് കണ്ടാൽ ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഇന്ന് പഴയ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഒരു കമൻറ്റ് കണ്ടു. ഞാൻ വിചാരിച്ചേ ഇങ്ങനൊരു കമൻറ്റോ, ഓക്കെ, ഇൻട്രസ്റ്റിംഗ് എനിവേ. പക്ഷെ അതാണ്, അത് അറിയില്ലെങ്കിൽ അത് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ ഡിഷാണെങ്കിൽ പോലും ചിലപ്പോൾ കൂടുതൽ സമയമായിട്ടായിരിക്കും വീഡിയോയിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ എഗ് ചില്ലി അഥവാ ചില്ലി എഗ് ടേസ്റ്റ് ചെയ്യണേ. ഇവിടെ ചപ്പാത്തിയൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതുവരെ വെയിറ്റ് ചെയ്തില്ല. അതിന് മുന്നേ ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. വെരി നൈസ്. അതായത് നമ്മൾ കഴിക്കുമ്പോൾ ആ ക്രഞ്ചിനെസ് ഉണ്ടാവും, ഉള്ളിയുടെയും ക്യാപ്സിക്കത്തിൻ്റെ എല്ലാം ഒരു ക്രഞ്ചിനെസ്സും. പിന്നെ മുട്ടയുടെ പീസ് യെല്ലോ അങ്ങനെ തന്നെ കഴിക്കാം. വൈറ്റിനെ നമ്മൾ പീസസ് ആയിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ കഴിച്ചാൽ മതി. അത് ചപ്പാത്തിയുടെ കൂടെ എക്സലൻ്റ് ആയിരിക്കും. ആൻഡ് ഈവൻ വിത്ത് ഫ്രൈഡ് റൈസ് ആ നൂഡിൽസ് എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പം ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ആൾ.